അല്ല ഏകദേശം ഒരു 10-11 മണിക്കൂർ നമുക്ക് വേണം ഫുഡ് കൊടുക്കാൻ. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് കേട്ടോ. അപ്പൊ എന്തായി പിന്നെ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബേഡ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഒരു പ്രാവശ്യം നല്ല സീഡിങ്സ് കൊടുത്തില്ലെങ്കിൽ പണി കുറവ്. ഇതാണ് പുറത്തുനിന്ന് വരുന്ന സീഡിങ്സ് കേട്ടോ. അതിൻ്റെ ഇപ്പം രാവിലെ ഫുഡും മാറ്റും വെള്ളം മാറ്റും കേട്ടോ. നമ്മൾ ദിവസവും രാവിലെ വെള്ളവും ഫുഡും മാറ്റിയിട്ടാണ് നമ്മൾ അവർ കൊടുക്കാറ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സീഡിങ്സ് കേട്ടത് ഈ ഒരു സീഡിങ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ വേഡ്സേക്ക്. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ എന്താ ഇവിടെ മറ്റൊന്നുമില്ല കേട്ടോ. ഞായറാഴ്ചയാണ്. ഇവിടെയൊക്കെ ടോട്ടലി നല്ല മഴയാട്ടോ. നല്ല മഴ വെച്ചാൽ പേരും മഴയാണ്. ഇന്നലൊന്നും ഞാൻ ഉറങ്ങിയില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ പക്ക നടുവായില്ല നമ്മളെ വീട്. അതിന് മേലെയാണ് ഷെഡ് ഉള്ളത്. സോ കാറ്റ് ഭയങ്കരമായിട്ട് എടുക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വരുന്നൊരു ചോദ്യമാണ്, നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൊടുക്കാറെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ മെയിനായിട്ട് കൊടുക്കാറ് ഞായറാഴ്ചയാണ് സപ്ലിമെന്റ്സ് കൊടുക്കാറ്. കാരണം വെച്ചാൽ നമ്മൾക്ക് അന്നാണ് നമ്മൾ ഫ്രീ ആവുക. ആ ദിവസങ്ങളാണ് സപ്ലിമെന്റ്സ് കൊടുക്കാറ്. അപ്പൊ ഞാൻ അന്ന് കൊടുക്കുന്ന സപ്ലിമെന്റ്സ് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഫുഡ് കൊടുക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അത് നമുക്ക് നേരെ എന്ത് വീഡിയോയിലേക്കും. അതിന് മുമ്പ് മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് കേട്ടോ. നേരെ എന്ത് വീഡിയോയിലേക്ക്. നമ്മളിവിടെ ഓരോരുത്തർക്കും ഓരോ ഫുഡാണ്. മീൻസ് വെച്ചാൽ ഗ്രേക്ക് ഒരു ഫുഡാണ്, അതുപോലെ തന്നെ നമ്മളെ ഗ്രാസ് പാരക്കറ്റ് റൊസല്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ റംബ് ഉണ്ട്. ഓർക്കൊക്കെ നമ്മൾ വെറൈറ്റി ഫുഡ് കേട്ടോ. ഇപ്പൊ കൊനൂർസിനും നമ്മൾ കോക്കട്ടൈൽസിനും അതുപോലെ തന്നെ സണ്ണ് ഓർക്ക് അത്രയും ബീംസിന് മാത്രം നമ്മൾ സിംഗിൾ ഒറ്റൊരു ഫുഡ് ഒരു മെയിൻ ഫുഡ് കൊടുക്കാം. ബാക്കി എല്ലാവർക്കും തന്നെ വെറൈറ്റീസ് ആണ്. അപ്പൊ ഒരു ഫുഡ് ഞാൻ കാണിച്ചാൽ നോർമലി സീഡ് മിക്സ് കാര്യങ്ങളാണ് കൊടുക്കാറ്. രാവിലെ കൊടുക്കുന്ന എന്തൊക്കെയാണ് കാണിച്ചാൽ കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സീഡ് മിക്സ് ആട്ടത് ഈ ഒരു സീഡ് മിക്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ കോക്കട്ടൈൽസ്, കൊനൂർസ് അതുപോലെ തന്നെ ഒട്ടുമിക്ക ബേഡ്സിനും കൊടുക്കണം കേട്ടോ. അതായത് ബജ്ജീസ് കാര്യങ്ങൾ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല മഴയുണ്ട്, എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് കേട്ടോ. എല്ലാവരും ക്ലോസിങ്ങിനുള്ളത്. പിന്നെ നമ്മൾ മഴയുമ്പോൾ തന്നെ എല്ലാം ക്ലോസ് ചെയ്ത് ഇനിയിപ്പോ ഈ 2 ഷട്ടറും മഴക്കാലത്ത് തുറക്കും കേട്ടോ നമ്മള്. അതിനിപ്പോ നമുക്കൊരു വൃത്തിയുള്ള ടെമ്പറേച്ചറാണ് അതിന്റെ ഉള്ളിലുള്ളത്. അതിനിടയ്ക്ക് നമ്മൾ ആയുർവേദ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൾ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. പിന്നെ തണുപ്പ് അധികം പറ്റാതെ ഇരിക്കാനാണ് ഇവരൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അറിയാമല്ല, ഇവർക്കൊക്കെ ഫുഡ് നമ്മളെ കോക്കട്ടൈൽസ് അതുപോലെ തന്നെ ബജ്ജീസ്, കൊനൂർസ് ഇവർക്കൊക്കെ സീഡ് മിക്സ് സെയിമാണ്. പക്ഷെ എന്ത് വെച്ചാൽ നമ്മള് അളവ് മാറ്റി കൊടുക്കും. ദിവസവും രാവിലെ ഫുഡും മാറ്റും വെള്ളം മാറ്റും കേട്ടോ. നമ്മൾ ദിവസവും രാവിലെ വെള്ളവും ഫുഡും മാറ്റിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കാറ് കേട്ടോ. ഇത് നമ്മളെ റസലിലേക്ക് കൊടുക്കുന്ന ഫുഡ് കേട്ടോ. കണ്ടോ, നോർമൽ തന്നെ നമ്മൾ കൊടുക്കും. അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ മേടിക്കുന്ന ഒരു ക്വാളിറ്റി കൂടിയ സീഡ് മിക്സാണ്, അതും കൊടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ അല്ല കാനറി സീഡ്, ഇത് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക ഗ്രാസ് പാരക്കറ്റ്സിന് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഷോബജീസിൻ്റെ ഓർക്ക് കൊടുക്കും. കാരണം സൈസ് കാര്യങ്ങൾ വരാൻ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഗ് ചെയ്ത കോക്കട്ടൈൽസിനും കൊടുക്കും കേട്ടോ. ഈ ഒരു ഫുഡ് ഇത്ര സാധനമാണ് നമ്മൾ നോർമൽ എന്ത് ചെയ്യുക, നമ്മളെ റൊസലിലേക്ക് കൊടുക്കുക. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ റംബിനും കൊടുക്കുന്നത് കേട്ടോ. ഓർക്ക് നമ്മൾ ഇതേപോലെ തന്നെയാണ് വെക്കുന്നത്. കാരണം റസല്ലാസ് ഇത് പിന്നെ ഗ്രാൻഡ് ആട്ടോ. ഗ്രേക്ക് നമ്മളാണല്ലേ അത്യാവശ്യം നല്ല സീഡിങ്സ് കൊടുത്തില്ലെങ്കിൽ പണി കുറവ്. ഇതാണ് പുറത്തുനിന്ന് വരുന്ന സീഡിങ്സ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോർമൽ സീഡിങ്സ് കൊടുക്കും കേട്ടോ. ഗ്രാൻഡേനാണെങ്കിൽ എല്ലാത്തിനും വെൽക്കിയത്, കാരണം അതിൽ ബദാം കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. ബദാം അതുപോലെ വാൾനട്ട് അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടാവും. അങ്ങനത്തെ ഒരു സീഡിങ്സാണ് നമ്മൾ ഗ്രേക്ക് കൊടുക്കുന്നത് കേട്ടോ. എന്റെ കേജ് ഇതാണ്. രണ്ടാളും നമ്മളെ കാണുമ്പോൾ തന്നെ അകത്താണ്. ഇപ്പൊ അടുത്ത ബ്രീഡിങ് ആയി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞാണ് വരുന്നത്, സെക്കൻഡ് ബ്രീഡിങ്ങിലേക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയാ, രണ്ടാളും കേജിന്റെ ഉള്ളിലുണ്ട്. അത് 2 പേർ ആയിട്ടുള്ളത് നിലവില്. പിന്നെ നമുക്ക് വരുമ്പോൾ കൊനൂർസും കോക്കട്ടൈൽസും തന്നെയാണ് കൂടുതൽ. പിന്നെ ബജ്ജീസുകളും. ഇവർക്ക് പിന്നെ നോർമല് ഈ ഒരു സീഡ് മിക്സിനാണ് നമ്മൾ കൊടുക്കാറ് കേട്ടോ. ഈ സീഡ് മിക്സിനാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ നമ്മൾ നോർമലി നമ്മളെല്ലാ കൊനൂർസിനും സാധാ ഫുഡ് തന്നെ, സാധാ സീഡ് മിക്സും സൺഫ്ലവർ നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. സൺഫ്ലവർ അധികം കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ. ശരിക്കും സൺഫ്ലവർ വെച്ചൊരു ജങ്ക് ഫുഡാണ്. എല്ലാവർക്കും അറിയാം സൺഫ്ലവർ വെച്ചൊരു ജങ്ക് ഫുഡാണ്. കാരണം അതിനകത്ത് നല്ലൊരു ഫുഡല്ല. പിന്നെ എന്താ പറയാ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അതാണ്. ഒരു ബാഡ് കൊളസ്ട്രോൾ ആണ് പറയുന്നേക്കാം. കുറെ പേര് പറയുന്നേറ്റുണ്ട് ഒരു ബാഡ് കൊളസ്ട്രോൾ ആണ്. സൺഫ്ലവർ വെച്ചാൽ വെറൊരു ബാഡ് കൊളസ്ട്രോൾ ആണ് പറയുന്നേക്കാം കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ സൺഫ്ലവർ കൊടുക്കാറില്ല. ഒരു പിടി അത്ര നമ്മൾ കൊടുക്കുള്ളൂ. കാരണം ഓരോ വയറ് നിറയാനുള്ളത്. നമ്മൾ മെയിനായിട്ട് കൊടുക്കുക വെജിറ്റബിൾസ്,
അതുപോലെ തന്നെ നമ്മളെ ചോളം, പിന്നെ അതേപോലെ ഫ്രൂട്ട്സ്, അതൊക്കെയാണ് കൊനൂഴ്സുകൾക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ. മെയിനായിട്ട് നമ്മൾ കൊനൂഴ്സ് എല്ലാവർക്കും കൊടുക്കാറുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഇതിപ്പോ കൊടുക്കുന്നത് നമ്മൾ നൈറ്റും ഫുഡൊന്ന് ഫില്ല് ചെയ്യും, എല്ലാവർക്കും ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ കൃത്യം സെറ്റ് ചെയ്തുകൊണ്ട് എന്താ വെച്ചാല് കൃത്യ ടൈം ആകുമ്പോൾ എല്ലാവരും ഫുഡ് വന്ന് കഴിച്ചോളും. ഇടങ്ങാറില്ല. കാരണം ഈ രാവിലെ നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ കൊണ്ട് നമുക്ക് ഒരു ഇടങ്ങേറില്ല കേട്ടോ നിലവിൽ. പിന്നെ നമ്മൾ ഓരോ കാര്യം നോക്കുകയേ വേണ്ട. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചിക്സുകള് ഡെഡാകുക പറഞ്ഞിട്ട്. കാരണം വിരിഞ്ഞ ചിക്സുകള് ഡെഡായി പോവാന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ്. കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നോർമൽ നിങ്ങൾ കൊടുക്കുന്ന ഫുഡും ചിക്സുകളെ വിരിയുമ്പോൾ ഇറങ്ങുന്ന ഫുഡും ഒരേപോലെ അല്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. മാക്സിമം എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുക. കാരണം ചിക്സുകൾ വിരിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മള് പേരൻസിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ്. ആ സമയം ഓരോ വയറ് നിറഞ്ഞ ശേഷമാണ് അവര് എന്ത് ചെയ്യുക, ചിക്സിന് പോയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യുക. അപ്പൊ അതിനൊക്കെ ഉള്ള ഫുഡ് നിങ്ങളെ കേജിലില്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഫുഡ് കൊടുക്കുക, മക്കൾ ഡെഡായി പോകും. അതാണ് അതിന്റെ മെയിൻ കാരണം കേട്ടോ. കണ്ടില്ലേ, ഇത് വെച്ചാല് നമുക്ക് എഗ് ചെയ്തിരിക്കുന്ന കോക്കോട്ടയിലാട്ടോ. നമ്മളെ സംബന്ധിച്ച് കുറച്ച് ആള് കാരണം ഒരു എഗ് ചെയ്ത് കഴിഞ്ഞ അടുത്ത എഗ് ചെയ്ത് നമ്മൾ ഫ്രീയിലേക്ക് വിട്ടതായിരുന്നു. അപ്പത്തേക്ക് ഉള്ള അടുത്ത എഗ് ചെയ്ത്. അപ്പൊ എന്തായി, പിന്നെ എഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബേർഡ് എഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഒരു എഗ് ചെയ്ത് കഴിയട്ടെ എന്ന് വിചാരിക്കണം നമ്മള്. ആ സമയം എന്താ വെച്ചാല് ഇനിയിപ്പോ ഇങ്ങനെ വീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാ, കുറച്ച് സീഡ് മിക്സും ഫുഡും നല്ല വൃത്തി കയറ്റി കൊടുക്കാം. മെയിനായിട്ട് പറ്റുമെങ്കിൽ എല്ലാ ബേർഡ്സുകളെയും നമ്മളെ നിലക്കടലല്ലേ, ആ കടല പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം കേട്ടോ. കാരണം പെട്ടെന്ന് ഒരു മാറ്റം കാണുന്നത് ഞാൻ നിലക്കടല കൊടുക്കുന്ന സമയത്ത്. എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ബേർഡ് ഗ്രോത്ത് ആവുന്നുണ്ട് നിലക്കടല കൊടുക്കുമ്പോൾ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ സ്റ്റോന്റെ ആട്ടോ. ഷോർക്കൊക്കെ സെയിം ഫുഡ് തന്നെ കൊടുക്കുന്നത്. കൊനൂർസിന് എന്താണോ കൊടുക്കുന്നത് ആ ഫുഡ് തന്നെയാണ് ഷോയ്ക്ക് വരെ നമ്മൾ കൊടുക്കുന്നത്. ഷോനെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം ഫുഡ് കുറഞ്ഞാൽ ഷോ പെട്ടെന്ന് ഡൗൺ ആവും, വീക്ക് ആവും കേട്ടോ. ഷോബജീസിന്റെ ഒരു വീഡിയോ ചെയ്യാം. കാരണം വെച്ചാല് ഷോബജീസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്, എനിക്ക് മനസ്സിലായി. കാരണം വലിയ ലവ് ബേർഡ്സ് വിചാരിച്ചിരിക്കുകയാണ്, അതൊന്നല്ല കേട്ടോ ഷോബജീസ്. ഷോബജീസ് എന്നൊക്കെ വെച്ചാൽ എന്താ പറയാ, നമുക്ക് ഇതേപോലെ തന്നെ നമ്മളെ കൊനൂർസുകളെ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു 5000-10000 റുപ്യ ഇട്ടിട്ട് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ പേരിന് റേറ്റ് ഉള്ള ഷോബജീസ് നിലവിൽ മാർക്കറ്റിലുണ്ട് കേട്ടോ. അപ്പൊ ഇവരെ കുറിച്ചൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. ഇപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു ഫുഡ് എങ്ങനെയാ കൊടുക്കുന്നത് ചോദിച്ചതിനെ പറ്റിയിട്ടുള്ള. അപ്പൊ എനിക്ക് വരുന്ന കമന്റ് ബോക്സിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പേഴ്സണൽ മെസ്സേജ് കുറച്ച് പേരെങ്കിൽ ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരുപാട്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാലം ഓരോ ഫുഡ് കൊടുത്ത് മാറ്റി കൊടുത്തിട്ടാണ് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയത്. ഓക്കെ, ഇപ്പൊ നിലവിൽ കുഴപ്പമില്ലാത്ത റിസൾട്ടും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫുഡ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഫുഡുകൾ എപ്പോഴും മാറി കൊടുത്തുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു ഫുഡ് റെഡി ആയിരിക്കും. കാര്യം ബൈൻഡിങ്, എഗ് ബൈൻഡിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം. എഗ് ബൈൻഡിങ് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കൃത്യം പറഞ്ഞു ഒരുപാട് കാരണങ്ങൾ. അതിൽ മെയിൻ കാരണം ന്യൂട്രീഷന്റെ കുറവാണ്. കാരണം അതുപോലെ തന്നെ അടുപ്പിച്ചുള്ള ബ്രീഡിങ് അതെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഒരു ബേർഡിനെ ബ്രീഡ് ചെയ്ത് രണ്ടോട്ടം ക്ലച്ച് എടുത്ത ശേഷം എങ്ങനെ പോയാലും ഒരു എന്താ പറയാ, ഒരു മാസമെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക, ഒന്ന് ഡീവാം ചെയ്തിട്ട് ഗ്യാപ്പ് കൊടുക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ഡീവാമിങ് പറ്റി ചെയ്താ കേട്ടോ. കാരണം ഡീവാമിങ് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്, പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. അത് ഞാൻ പറയാം. കാരണം റിസ്ക് ആണ് ഡീവാമിങ് എന്ന് വെച്ചാൽ. ഈ വീഡിയോ മിക്കവാറും ഭയങ്കര ലെങ്ത് ആവുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു കേജിലേക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് എന്തായാലും മിക്കവാറും ഈ വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും എനിക്ക് എന്നാ തോന്നുന്നത്. കാരണം ഒരു ഫുഡ് കൊടുക്കുന്ന പാർട്ടും ഒരു നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന പാർട്ടും. സപ്ലിമെന്റ്സ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിലവിലിപ്പോ നമ്മൾ ബേർഡ്സിനൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് ഇവർക്ക് ഫുഡ് കൊടുത്ത് വെള്ളം കൊടുക്കാൻ എനിക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ എന്തായാലും വേണം. 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ അടുത്ത് എനിക്ക് ടൈം എന്തായാലും വരാവും. പിന്നെ അതുപോലെ തന്നെ ഇവര് എന്താ സ്ഥിതി, ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ നോക്കി വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ മഴക്കാലമായാല് വേറൊരു കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധ ഭയങ്കരമായിട്ട് കൊടുക്കേണ്ട സമയമാണ്. കാരണം ഇതിങ്ങനെ തൂങ്ങിക്കുന്നതാണ് നമ്മളേക്കും മഴേണ്ടത് കൊണ്ടാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ വല്ല സൂക്കയുടെ കാര്യം ഉണ്ടാവും. അപ്പൊ നമ്മള് ഇടയ്ക്കൊന്ന് വേണമെന്ന് വാച്ച് ചെയ്യണം നന്നാവും കേട്ടോ. കഴിഞ്ഞാൽ പിന്നെ നമ്മള് കേജ് അടിച്ചു വരട്ടെ. എപ്പോഴും കേജ് നീറ്റാക്കും. കാരണം വെച്ചാൽ തലേന്ന് എല്ലാവർക്കും ടെമ്പറേച്ചർ കൊടുക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് വെള്ളം കൊടുക്കാം എപ്പോഴും. ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രീ ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ലൈറ്റ് ക്ലീനിങ് ചെയ്യുള്ളൂ. അതായത് ചെറിയ രീതിയിലുള്ള
ക്ലീനിങ് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ക്ലീൻ ചെയ്യാം. ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് എന്തായാലും ഇവരെ കേജ് ക്ലീനിങ്ങിനായിട്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞൊരു 3 മണിക്കൂർ അതിൻ്റെ അടുത്ത് എന്തായാലും വേണം കേജ് ക്ലീൻ ചെയ്യാൻ. നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എപ്പോഴും ചെയ്യാറില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ബേർഡിന് അസുഖം കായോ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കേജ് ക്ലീൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും കേട്ടോ. അതായത് ഓരോ ട്രേയും എല്ലാം ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും. കഴിക്കുന്ന ഫുഡ് സോറി, അയ്യോ പ്രശ്നേഷായി പോയനെ. കഴിക്കുന്ന ഫുഡല്ല, കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യും കേട്ടോ. അപ്പോ ആ രീതിയിലാണ് നമ്മൾ നിലവിൽ ചെയ്യുന്നത്. ഇപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഈ പാറ്റുമല്ലോ, മീൻസ് തെനേന്റെ ഉള്ളത്തെ കഴിച്ചായിട്ട് ആ തോട് കഴിഞ്ഞ് പുറത്തിടാം. അപ്പൊ അത് നമ്മൾ പാറ്റ സമയത്ത് ഫുൾ ഏരിയയിൽ ഉണ്ടാവും തെനേന്റെ പൊടിയാവും. അപ്പൊ മടക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുക. കേജ് എപ്പോഴും എപ്പോഴും ക്ലീൻ ആവാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലീൻ ആയിരിക്കണം, എപ്പോഴും ഏവർ ക്ലീൻ ആയിരിക്കണം. എന്നാലും നമ്മൾ എല്ലാവരും ഫുഡ് സപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടോ. ഇനി ഫുഡ് കൊടുത്താൽ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞു 2 പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. മീൻസ് ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോ. ഓക്കെ, ഇപ്പൊ ആർക്കും ലെങ്തി വീഡിയോ വലിയ താല്പര്യമില്ല. സോ ഫുഡ് കൊടുക്കുന്ന ഒരു പാർട്ടും സെക്കൻഡ് സപ്ലിമെന്റ്സ് ഏതൊക്കെ കൊടുക്കുന്ന വേറെ പാർട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കഴിച്ചു. അപ്പൊ നിലവിൽ എല്ലാവർക്കും ഫുഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ പാടായി കേട്ടോ. ടോട്ടലി എല്ലാവർക്കും തന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോയാണ്, ഹെലികോപ്റ്റേഴ്സ്. ഇത് പിന്നെ ഇതിലെല്ലാവരും ഉണ്ട്. ഷോ ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, ഷോക്രോസ് ഉണ്ട്, പിന്നെ വിനോസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും. ഇത് നമ്മളെ ക്രിംസൺ ആണ്. അപ്പം ഞാൻ എല്ലാവർക്കും ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. ഇനിയാണ് സപ്ലിമെന്റ്സ് കൊടുക്കുക. നമ്മള് ഫുഡ് കാര്യം കൊടുത്ത് അടിയൊക്കെ ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 10-12 മണിക്കൂർ നമുക്ക് വേണം ഫുഡ് കൊടുക്കാൻ. ഇവരൊക്കെ നമ്മൾ മാറ്റിയിട്ട് കേട്ടോ. ഇവരൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതില്ലേ എല്ലാവരും ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ റീസൺ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോയിൽ. കൃത്യമായിട്ട് അതിന്റെ റീസൺസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന ഇവിടുന്ന് ഒരു വെയിൽ വരുന്നുണ്ട്. അപ്പൊ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിലവിൽ ഫുഡ് കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ. ഇനി ഇതിന് പുറമെ ഇവർക്ക് നമ്മൾ സ്പ്രൗട്ടും കൊടുക്കാൻ, സ്പ്രൗട്ട് കൊടുക്കുന്ന വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ രാവിലെ കൊടുക്കുന്നത്. ഇനി സപ്ലിമെന്റ്സ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഇട്ടാൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തുടർന്ന് ബെല്ലേക്ക് നമ്മൾ മറക്കരുത് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രയും പേർക്ക് ഉപകാരപ്പെട്ടു വരുന്നത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ സപ്ലിമെന്റ്സ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ.